വെൽക്കം ടു അവർ കൊമേഴ്സ് ക്ലാസ് റൂം. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ചില ആമുഖ വിവരങ്ങളാണ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ബിസിനസ്സിലുള്ളത്, ആദ്യം തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ നമ്മൾ മനസ്സിലാക്കാനാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് refers to that part of the management activity which is concerned with the planning and controlling of firm's financial resources. അപ്പോൾ ഫേമിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സുകളെ പ്ലാൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മാനേജറിയൽ ആക്ടിവിറ്റീനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മുടെ മാനേജീരിയൽ ആക്ടിവിറ്റി നടക്കുന്നത് പോലെ തന്നെ അതിൻ്റെയോട് ചേർന്ന് തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫേമിലുള്ള വേരിയസ് റിസോഴ്സുകളെ എല്ലാം ഡീൽ ചെയ്യുന്നതും അതിനെ ഫൈൻഡ് ചെയ്യുന്നത്, അതിനെ പ്രൊക്യൂർ ചെയ്യുന്നതിന്റെ റേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. Financial management means the efficient and effective management of fund in such a manner as to accomplish the objectives of the organization. അപ്പം നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് മാനേജ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ നടത്തുന്നത്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ പ്ലാനിങ്, അക്വിസിഷൻ ഓഫ് ഫണ്ട്, യൂസ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ട് ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ പ്ലാനിങ്, അക്വിസിഷൻ ഓഫ് ഫണ്ട്, യൂസ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ട് ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഓർത്തു വെക്കുക, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ പ്ലാനിങ്, അക്വിസിഷൻ ഓഫ് ഫണ്ട്, യൂസ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ട് ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഇനി നമുക്ക് രണ്ട് ഡെഫിനിഷൻ ഓർത്തു വെക്കാം. നമ്മൾ ഓൾറെഡി ഫിനാൻസിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റിനെ കുറിച്ചും അക്കൗണ്ടിങ്ങിനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു ഡെഫിനിഷൻ ആണ് ഫിനാൻസിന്റെ ഡെഫിനിഷൻ. ഫിനാൻസ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് മണി അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. ഫിനാൻസ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് മണി അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. ഓർത്തു വെക്കുക, നല്ലോണം പഠിച്ചോണം. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷനാണ് സോളമൻ എസ്രയുടെയും എസ്.സി. കോച്ചലിന്റെയും രണ്ട് ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോളമൻ എസ്ര പറയുന്ന അനുസരിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് ദ എഫിഷ്യന്റ് യൂസ് ഓഫ് ആൻ ഇക്കണോമിക് റിസോഴ്സസ്, നെയിംലി ക്യാപിറ്റൽ ഫണ്ട്. സോളമൻ എസ്ര എന്താണ് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇക്കണോമിക് റിസോഴ്സുകളുടെ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് യൂസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതെന്താവാം? നമ്മുടെ ക്യാപിറ്റൽ ഫണ്ടുകളാവാം. ഇനി എസ്.സി. കോച്ചൽ പറയുന്നതനുസരിച്ച് Financial management deals with the procurement of fund and their effective utilization in the business. രണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ പ്രൊക്യൂർമെന്റും കൂടെ വരുന്നുണ്ട്. സോളമൻ എസ്ര ഇഫക്റ്റീവ് യൂസ് ഓഫ് ഇക്കണോമിക് റിസോഴ്സുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ എസ്.സി. കൗശൽ പറയുന്നത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് ദെയർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഫണ്ട് കണ്ടെത്തുന്നതും ആ കണ്ടെത്തിയ ഫണ്ടിന്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷനും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ഡെഫിനിഷൻ ഉണ്ട്, പഠിച്ചു വെക്കുക. അടുത്തത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്വഭാവം എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്, ഇഫക്റ്റീവ് യൂസ് ഓഫ് ഫണ്ട്, ഫ്ലെക്സിബിലിറ്റി, മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് ക്രെഡിറ്റ് മാനേജ്മെന്റ്. ഈ വക കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പരിധിയിൽ വരുന്ന, അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്വഭാവമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്. പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും കൂടാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കളക്ഷൻ ഓഫ് ഫണ്ട് അഥവാ റേസിംഗ് ഓഫ് ഫണ്ട്. ഫണ്ട് കണ്ടെത്തുക. പ്രോപ്പറായിട്ട് ഫണ്ട് പല സോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പല തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫണ്ടുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് തുടങ്ങി പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സോഴ്സ് ഓഫ് ഡിഫറെന്റ് സോഴ്സിൽ നിന്നും ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാം. എന്തുവഴി? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വഴി. The collection of fund include identification of source of fund, raising of fund and consideration of cost of capital. ഇനി കളക്ഷനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സോഴ്സ് ഓഫ് ഫണ്ട്, കറക്റ്റ് ആയിട്ട് നമ്മൾ സോഴ്സ് കണ്ടെത്തണം. റേസിംഗ് ഓഫ് ഫണ്ട്, പ്രോപ്പറായിട്ട് ഫണ്ടിനെ നമ്മൾ റേസ് ചെയ്യണം. പിന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടെ കൺസിഡർ ചെയ്യണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പല തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫണ്ടുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സോഴ്സ് ഓഫ് ഫണ്ടിന് ഓരോന്നിനും ഓരോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് വരുന്നത്.
ഈവൻ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇക്വിറ്റി ഷെയർ വഴിയാണ് ഫണ്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഇക്വിറ്റി ഷെയർ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് ചില ചെലവുകൾ വരുന്നുണ്ട്. അതിനെയാണ് ഇതെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് നമുക്ക് വിളിക്കാം. അതിന് നമുക്ക് ടെക്നിക്കലി KE എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ പ്രിഫറൻസ് ഷെയർ ആണ് സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് കണ്ടെത്തി അതിനെ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്കൊരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതിനെ നമുക്ക് KPR അല്ലെ KP എന്ന് വിളിക്കാം. ഇനി നമ്മൾ ഡിബഞ്ചർ ആണ് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? KD അല്ലെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇങ്ങനെ പല രീതിയിലാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ടിൽ പല സോഴ്സിൽ നിന്നും ഫണ്ട് കണ്ടെത്തുന്നതും അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തൊരു നേച്ചറാണ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഫണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റുകാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് കിട്ടിയ ഫണ്ടിന്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഫണ്ട് കളക്റ്റഡ് ഫ്രം വേരിയസ് സോഴ്സസ്. പല സോഴ്സിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഫണ്ടുകളെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കണം. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എൻഷുർ സേഫ്റ്റി, ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫണ്ട് കളക്റ്റഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ഇനി നമ്മൾ ഇഫക്റ്റീവ് ആയിട്ടാണ് ഈ ഫണ്ടുകളെ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്തൊക്കെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും? സേഫ്റ്റി, ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തൊരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ നമ്മുടെ സർക്കംസ്റ്റാൻസിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചുകളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും റിജിഡ് ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ടോ നിൽക്കാൻ പാടില്ല. ചേഞ്ചസ് വന്നാൽ അല്ലെ മാറ്റങ്ങൾ വന്നാൽ അല്ലെ ചേഞ്ചസുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ തക്ക രീതിയിൽ നമ്മൾ എപ്പോഴും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ അകത്തുനിന്നും പുറത്തുനിന്നും അല്ലെ എന്റർപ്രൈസിന്റെ അകത്തുനിന്ന് വരുന്നതും പുറത്തുനിന്ന് വരുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ഫ്ലെക്സിബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമല്ല മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടേക്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഫേം. ഇറ്റ് ടേക്സ് ഡിസിഷൻസ് സച്ച് ആസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന മറ്റൊരു പാർട്ടാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ 3 തരത്തിലുള്ള ഡിസിഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുക്കണേ നമുക്ക് എന്ത് വേണം? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ്. നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ മാനേജ്മെന്റിൽ നമ്മൾ പ്ലാൻ ചെയ്യും, സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നമ്മൾ പ്ലാൻ ചെയ്യും, അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ എങ്ങനെയൊക്കെ ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടെത്തണം, അതിനുള്ള ഫണ്ട് എങ്ങനെയെല്ലാം റേസ് ചെയ്യണം, ഈ വക കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് വഴി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മുടെ കയ്യിൽ നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മേക്സ് ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് എനി എന്റർപ്രൈസ് ടു അസസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. നമ്മൾ നടത്തിയ എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയും പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വഴിയാണ് നമ്മൾ അതിൻ്റെ അനാലിസിസ് നമ്മൾ നടത്തുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ കൺട്രോൾ. ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്ട്രാറ്റജിക് കൺട്രോൾ ഉണ്ട്, മാനേജ്മെന്റ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് എല്ലാം എടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉള്ളതാണ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് കൺട്രോൾ ഓവർ ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഓഫ് ദ എന്റർപ്രൈസ്. Financial control ensure effective use of fund in a planned manner. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ കൺട്രോൾ പ്രോപ്പർ ആയിട്ട് നടത്തിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ നമ്മുടെ ഈ ഫണ്ടുകളെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഒരു അവസാനത്തെ പോയിന്റ് ഉണ്ട്, ക്രെഡിറ്റ് മാനേജ്മെന്റ്. നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടത്താൻ സഹായിക്കുന്നതും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തന്നെയാണ്. ഈ ക്രെഡിറ്റ് മാനേജ്മെന്റ് 2 രീതിയിൽ വരാം. ക്രെഡിറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുന്നതും ഉണ്ട്. ആ 2 കാര്യങ്ങൾ എന്താ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വഴിയാണ് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? സക്സസ് ഓഫ് ബിസിനസ് പ്രൊമോഷൻ, സ്മൂത്ത് റണ്ണിംഗ് ഓഫ് ദ എന്റർപ്രൈസ്,
ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോർഡിനേറ്റ് വേരിയസ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്, ഫോക്കൽ പോയിന്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ഡിറ്റർമിനന്റ് ഓഫ് ബിസിനസ് സക്സസ് ആൻഡ് മെഷർ ഓഫ് പെർഫോമൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. സക്സസ് ഓഫ് ബിസിനസ് പ്രൊമോഷൻ. ബിസിനസിന്റെ പ്രൊമോഷൻ സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സഹായം നമുക്ക് വേണം. സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് ഇന്നവിറ്റബിൾ ഫോർ ദ സക്സസ് ഓഫ് ദ ബിസിനസ് എന്റർപ്രൈസ്. ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെ സക്സസ്, വിജയം തീരുമാനിക്കുന്നതിന്റെ ഒരു അനിവാര്യ ഘടകമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. ഒരു റൂട്ട് മാപ്പ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസിന്റെ വിജയം അല്ലെങ്കിൽ ബിസിനസ് എപ്പോഴും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ വേണം. എന്തിനൊക്കെ ഫണ്ട്, എന്തിനൊക്കെ ചെലവഴിക്കും, എത്ര രൂപ ചെലവഴിക്കും, ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. If the financial plan adopted fails to provide sufficient capital to meet the requirement of fixed and fluctuating capital, business cannot be carried on successfully. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പ്ലാൻ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നില്ല, അല്ലെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റുകളെ മീറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോപ്പർ എങ്ങനെ മാത്രമേ നടക്കത്തുള്ളൂ? നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അടുത്താണ് സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ എൻ്റർപ്രൈസ്. അപ്പം നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ മാത്രമല്ല മാൻകൈൻഡിനെ സംബന്ധിച്ചും നമ്മുടെ ലൈഫ് പ്രോപ്പറായിട്ട് സ്മൂത്ത്ലി റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് നമുക്ക് വേണം. അപ്പം നമ്മൾ സമ്പന്നരും ആവാൻ പാടില്ല, ധനവാന്മാരും ആവാൻ, അങ്ങനല്ല. നമുക്ക് ഒരിക്കലും ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവാതെ, ബുദ്ധിമുട്ടുണ്ടാവാതെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് ബിസിനസ് എൻ്റർപ്രൈസിന് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ, ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾ, ഡേ ടു ഡേ വർക്കിംഗ് കണ്ടീഷൻസും അല്ലാതെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ എല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് വേണം. സഫീഷ്യൻ്റ് ആയിട്ട് ഫണ്ട് വേണമെങ്കിൽ അത് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തോടെ തീരുമാനിക്കണം? എ സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് നെസസറി. അപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരിക്കണം. The sound financial planning is necessary for smooth running of an enterprise, as finance is required at each stage of the business, that is promotion, incorporation, development, expansion and administration of day-to-day working, etc. Proper management of finance is required. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ സ്റ്റേജിലും നമുക്ക് ഫണ്ട് ആവശ്യമാണ്. തുടക്കത്തിലാണ് പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, പിന്നീട് നമ്മൾ വളർന്ന് വരുന്നതിൻ്റെ അനുസരിച്ച് ഡെവലപ്മെൻറ്റ്, എക്സ്പാൻഷൻ, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ നമ്മുടെ ഡേ ടു ഡേ വർക്കിംഗ്, ഇതെല്ലാം നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താവശ്യമാണ്? പ്രോപ്പർ ഫിനാൻസ് ആവശ്യമാണ്. ഈ പ്രോപ്പർ ഫിനാൻസിന് നമ്മൾ എന്തുകൂടെ ചെയ്യണം? പ്രോപ്പർലി മാനേജും കൂടെ ചെയ്തിരിക്കണം. അതിനെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് എല്ലാ ഫങ്ഷണൽ ആക്ടിവിറ്റികളെയും ആരാണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോർഡിനേറ്റ് വേരിയസ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൊവൈഡ് കംപ്ലീറ്റ് കോർഡിനേഷൻ ബിറ്റ്വീൻ വേരിയസ് ഫങ്ഷണൽ ഏരിയാസ് സച്ച് എസ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ എക്സെട്ര ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾസ്. ഇപ്പോൾ ഒരു കമ്പനി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുവാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോർഡിനേറ്റ് വേരിയസ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. ഇനി എല്ലാ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഫിനാൻസ് അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിരിക്കും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൊവൈഡ് സയന്റിഫിക് അനാലിസിസ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ആൻഡ് ഫിഗേഴ്സ് ത്രൂ വേരിയസ് ഫിനാൻഷ്യൽ ടൂൾസ് സച്ച് ആസ് ഡിഫറെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബജറ്റ് എക്സെട്ര, വിച്ച് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ദ പ്ലാൻ ഇൻ ദ ഗിവൻ സർക്കംസ്റ്റൻസസ് so that proper decision can be taken to minimize the risk involved in the plan. അവിടെ എന്താ സംഭവിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എപ്പോഴും ഒരു സയന്റിഫിക് അനാലിസിസിന് വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ടൂളുകളെ അനലൈസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഫിനാൻഷ്യൽ ഡിസിഷൻസും അല്ലാത്ത ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അതിനെല്ലാം നമ്മളെ ആരാണ് സഹായിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് ഫിനാൻഷ്യൽ ബിസിനസ് സക്സസ്. നമ്മുടെ ബിസിനസ് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാനും നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയം നിർണ്ണയിക്കുന്നതിലും വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്.
അതിനകത്ത് തന്നെ ഈ മാനേജറൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ നമുക്ക് കുറേ ഫിനാൻഷ്യൽ മാനേജേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ പല പല ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം വരുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താനെല്ലാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ എല്ലാം അഡ്വൈസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജേഴ്സാണ്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലെല്ലാം നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കി അല്ലെ നമ്മുടെ പെർഫോമൻസ് എല്ലാം നോക്കി ടോപ്പ് മാനേജ്മെൻറ്റിനെ സഹായിച്ച് ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ എല്ലാ സ്ട്രഗിൾസിനെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോയി നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസ് ഡിറ്റർമൈൻ ചെയ്യിക്കുന്നതിന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് വളരെയധികം പങ്കുണ്ട്. അടുത്താണ് മെഷർ ഓഫ് പെർഫോമൻസ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. The performance of the firm can be measured by its financial result. നമ്മുടെ ഫിനാൻഷ്യൽ റിസൾട്ട് നോക്കി നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവൻ നമ്മൾ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു. ആ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കിയത് 8 lakh rupees ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് പുവറാണ്. ഇനി അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് അതിനകത്തുനിന്ന് ഒരു 15 lakhs നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് തരക്കേടില്ല. ഇനി അറ്റ് ദ സെയിം ടൈം നമ്മൾ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് 20 lakh rupees ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരെയധികം ബെറ്റർ ആണ്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസും കൂടെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, റിസ്കിനെസ് ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി നമ്മുടെ പെർഫോമൻസും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ട മറ്റ് 3 കാര്യങ്ങളാണ് നമ്മുടെ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ 3 കാര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻസ് ഫംഗ്ഷൻ വളരെയധികം പ്രാധാന്യമുള്ളതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 3 രീതിയിലാണ് ഫിനാൻസ് ഫംഗ്ഷൻ ഉള്ളത്: ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോണത്. ഓർത്തു വെക്കുക, ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് നോക്കുക. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പഠിച്ചു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു മാനേജറിയൽ ആക്ടിവിറ്റിയാണ്. അതിനകത്ത് നമ്മൾ ഫേമിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സുകളെയാണ് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നോക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെന്റ് ഓഫ് ഫണ്ടുകളെ ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് 4 കാര്യങ്ങളുണ്ട്: ഫിനാൻഷ്യൽ പ്ലാനിങ്, അക്വിസിഷൻ ഓഫ് ഫണ്ട്, യൂസ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ട് ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഇനി നമ്മൾ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കിയത്. പോയിന്റ്സ് എല്ലാം ഒന്ന് ഓർത്തു വെക്കുക. പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്, ഇഫക്റ്റീവ് യൂസ് ഓഫ് ഫണ്ട്, ഫ്ലെക്സിബിലിറ്റി, മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് ക്രെഡിറ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് എൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പഠിച്ചത്: സക്സസ് ഓഫ് ബിസിനസ് പ്രൊമോഷൻ, സ്മൂത്ത് റണ്ണിംഗ് ഓഫ് എന്റർപ്രൈസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോർഡിനേറ്റ്സ് വേരിയസ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്, focal point of business decision making, determinant of business success and measure of performance. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻസ്, 2 ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതിൻ്റെ ഇമ്പോർട്ടൻസും പഠിച്ചു. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നല്ലതായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള പോർഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. താങ്ക് യു.